റീഡ് റൈറ്റ് ഓൺ ക്രിസ് ഡിക്സന്റെ ക്രിപ്റ്റോ സംബന്ധമായ ബുക്കിൻ്റെ പേരാണിത്. ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ക്രിപ്റ്റോ സിനേരിയോ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കയോട്ടിക് ഫേസിലാണുള്ളതെന്ന് പറയാം. ഇന്നത്തെ കാലത്ത് ക്രിപ്റ്റോ പലരും അഡ്വാൻറ്റേജ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല പുതിയ ടെക് ക്രിപ്റ്റോയെ ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. NFT വരുന്നു, മീം കോയിൻസ് എല്ലാം വരുന്നു. അപ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രിപ്റ്റോയുടെ ബേസിക് കോൺസെപ്റ്റ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളതാണ്. ക്രിസ് ഡിക്സൺ ഇതേപ്പറ്റിയാണ് തൻ്റെ ബുക്കിൽ പരാമർശിക്കുന്നത്. ലോകത്തിന് ക്രിപ്റ്റോയുടെ യഥാർത്ഥമായ ഉദ്ദേശം മനസ്സിലാക്കി കൊടുക്കുക, അതിൻ്റെ പവർ എന്താണെന്നും അതിനെന്തൊക്കെ നൽകാൻ സാധിക്കുമെന്നുള്ളതും ഒക്കെയാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. ക്രിസ് ഡിക്സൺ A16Z എന്ന വെഞ്ചർ ക്യാപിറ്റൽ ഫേമിൻ്റെ ജനറൽ പാർട്ണറാണ്. ഇന്നത്തെ കാലത്ത് ക്രിപ്റ്റോയെ പറ്റി വളരെ ക്ലാരിറ്റിയോടെ സംസാരിക്കാൻ കെൽപ്പുള്ള ഇമ്പോർട്ടൻ്റ് വ്യക്തികളിൽ ഒരാളാണ് ക്രിസ് ഡിക്സൺ. ക്രിപ്റ്റോയെ ഒരു വെറും മണി സിസ്റ്റം ആയി മാത്രം കണക്കാക്കാതെ അതിനെ ഒരു റെവല്യൂഷനായി ആണ് അദ്ദേഹം കണക്കാക്കുന്നത്. ഇതെല്ലാമാണ് ഡിക്സൺ ഓതറായ റീഡ് റൈറ്റ് ഓൺ എന്ന പുസ്തകത്തിൽ അടങ്ങിയിട്ടുള്ളത്. പലപ്പോഴും ക്രിപ്റ്റോയെ പറ്റി സംസാരിക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ടേംസ് കാണാം. ഇതുമൂലം നമ്മൾ എന്ത് സോഷ്യൽ ബെനിഫിറ്റ് ആണ് ക്രിപ്റ്റോയിലൂടെ ലോകത്തിന് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് കുറച്ചുകൂടെ ആഴത്തിൽ ആളുകളെ ക്രിപ്റ്റോ അഡോപ്ഷനിലേക്ക് എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ബെനിഫിറ്റ് കൊണ്ട് തന്നെ ക്രിപ്റ്റോ ഒരിക്കലും ബാൻ ചെയ്യാൻ പാടില്ല. ഇത്തരം കാഴ്ചപ്പാടിൽ നിന്നാണ് ക്രിസ് ഡിക്സൺ ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എഴുത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നെന്നും പലപ്പോഴും എഴുത്തിലൂടെ താൻ ബ്ലോക്ക് ചെയിനെ പറ്റിയും ക്രിപ്റ്റോയെ പറ്റിയും പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായ അർത്ഥത്തിൽ തനിക്ക് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നതുമൊക്കെയായിരുന്നു പ്രധാന ചാലഞ്ച് എന്നും അദ്ദേഹം പറയുന്നു. ഇന്നത്തെ കാലത്ത് എമർജ് ചെയ്യുന്ന രണ്ട് പുതിയ ടെക്നോളജിയാണ് AI അതുപോലെ ബ്ലോക്ക് ചെയിൻ അഥവാ ക്രിപ്റ്റോ. ഇതിൽ AI പലർക്കും മനസ്സിലാക്കാൻ പ്രയാസം വരുന്നില്ലെന്നും ബ്ലോക്ക് ചെയിൻ പക്ഷേ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. റീഡ് റൈറ്റ് ഓണിലേക്ക് കടക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയി ഒരു ബിഗിനർ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബുക്കാണിത്. അതിൽ തന്നെ ഒരു ബ്ലോക്ക് ചെയിൻ എന്താണെന്നും അതുപോലെ റെഗുലേഷൻസിനെ കുറിച്ചെല്ലാം തന്നെ പറയുന്നുണ്ട്. ഇന്ന് നിലവിൽ പല പുസ്തകങ്ങളും ക്രിപ്റ്റോയെ പറ്റി ഉണ്ടെങ്കിലും അത് പലതും മോണിറ്ററി ഇക്കോണമിയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. കൂടുതൽ ടെക്നോളജിയെ കുറിച്ച് എക്സ്പ്ലനേഷൻ നടത്താതെ ക്രിപ്റ്റോയെ കൂടുതൽ ആളുകളിലേക്ക് അതെങ്ങനെ ഹ്യൂമാനിറ്റി എന്ന ആസ്പെക്റ്റിൽ മനുഷ്യന് ഉപകാരപ്പെടും എന്നതിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പല സെൻട്രലൈസ്ഡ് കമ്പനികളും ഇന്റർനെറ്റ് കൈവശപ്പെടുത്തിയിട്ടിരിക്കുകയാണ്. അവരുടെ റെഗുലേറ്ററി പോളിസി പ്രകാരം മാത്രമേ ഇന്ന് വേറൊരാൾക്ക് ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഇതിന്റെ ഔട്ട്കം കൂടുതൽ സെൻട്രലൈസേഷൻ എന്നതാണ്. ഇതിൽ നിന്നൊക്കെ ഒരു എസ്കേപ്പ് റൂട്ട് പോലെയാണ് ബ്ലോക്ക് ചെയിൻ എന്ന പുതിയ ടെക്നോളജിയുടെ വരവ്. ബ്ലോക്ക് ചെയിൻ അതുപോലെ അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യുന്ന നെറ്റ്വർക്കുകളും ഒരു ഓൾട്ടർനേറ്റീവ് ആവുമ്പോൾ നിലവിലെ സെൻട്രലൈസേഷൻ പെർസ്പെക്റ്റീവ് മാറും. കാരണം ഇവിടെ ഇന്ന് നമ്മൾ ഇന്റർനെറ്റിൽ ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജോലികളെല്ലാം തന്നെ ഡീസെൻട്രലൈസ്ഡ് ആയ ബ്ലോക്ക് ചെയിനിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. ഈ ഒരു മോട്ടിവേഷനിൽ നിന്നാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇത് ഡിക്സൺ തന്നെ പറയുന്നതാണ്. ഇതിലൂടെ പുതിയ സിസ്റ്റംസ് എമർജ് ചെയ്യുന്നു, അതുപോലെ പുതിയ സോഷ്യൽ നെറ്റ്വർക്ക്സും വരുന്നു. ഫിനാൻഷ്യൽ സിസ്റ്റംസ് അതുപോലെ എന്തെല്ലാം ഇന്റർനെറ്റ് സംവിധാനങ്ങളാണോ നിലവിലുള്ളത് അതൊക്കെ ബ്ലോക്ക് ചെയിനിലൂടെ നിങ്ങളുടെ തന്നെ ഓണർഷിപ്പിൽ സെൻട്രൽ പവർ എൻറ്റിറ്റി വരുന്നതിലൂടെ ഇന്റർനെറ്റ് ഫ്രീഡം ലഭിക്കുന്നു. ഇതെല്ലാം സാധ്യമാവുകയും നിലവിലെ FB, ട്വിറ്റർ പോലുള്ള കോർപ്പറേറ്റ് നെറ്റ്വർക്കുമായി കോമ്പീറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ക്രിസ് ഡിക്സൺ ബ്ലോക്ക് ചെയിനിൽ കാണുന്ന ഒരു ഫ്യൂച്ചർ. തുടക്കകാലത്ത് ഇന്റർനെറ്റ് 90s വരുമ്പോൾ ഇങ്ങനെയായിരുന്നു. ആർക്ക് വേണമെങ്കിലും ഒരു വെബ്സൈറ്റ് തുടങ്ങാം. ഇങ്ങനെ ഒരു സിസ്റ്റം കാലങ്ങൾ കൊണ്ട് ഒരു സെൻട്രൽ എൻറ്റിറ്റിയിൽ ഒതുങ്ങേണ്ടി വന്നു. എല്ലാവർക്കും ഇന്റർനെറ്റ് ആക്സസിബിൾ ആവുന്ന ആ കാലത്തെ പറ്റി ക്രിസ് ഡിക്സൺ പറയുന്നുണ്ട്. ഒരു 2000-ന് ശേഷം എമർജ് ചെയ്ത Web 2 ടെക്നോളജിയെ ഇങ്ങനെ പല കമ്പനികളും മുതലെടുത്തു എന്നും തുടക്കത്തിൽ പല കമ്പനികളും നമ്മുടെ കണ്ടന്റ്സിനെ ഫ്രീ ഹോസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് നമ്മളെ നെറ്റ്വർക്ക് ഓപ്പറേറ്റർമായി യൂട്ടിലൈസ് ചെയ്യുകയാണ് ഉണ്ടായതെന്നും ഡിക്സൺ പറയുന്നു. അതിന്റെ കൂടെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ട വളരെ പ്രധാനപ്പെട്ട 5 ടെക് ഇന്നോവേഷനിൽ ഒന്നാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന്. ഇന്നത്തെ നിലവിലെ ക്രിപ്റ്റോ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് മിസ് ഗൈഡഡ് ആയ റെഗുലേറ്ററി റെജീംസും പിന്നെ ഇന്റർനെറ്റിലൂടെ ക്രിപ്റ്റോ കറൻസിയെ പറ്റി സ്പെക്കുലേഷൻസിലൂടെ സ്കാംസ് നടത്തുന്ന ഒരുപാട് പേരുമാണ്. ഇതിലൂടെ ക്രിപ്റ്റോ അതിന്റെ പ്രധാനപ്പെട്ട കോർ ആശയത്തിന്റെ അതായത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ വളർച്ചയിലൂടെ മനുഷ്യന് ലഭ്യമാവാൻ പോകുന്ന ഇന്റർനെറ്റ് ഫ്രീഡം എന്ന കോൺസെപ്റ്റ് എത്താൻ വൈകുന്നു എന്നും ഡിക്സൺ പറയുന്നു. ഡിക്സൺ ബ്ലോക്ക് ചെയിനെ കാണുന്നത് ഒരു കമ്പ്യൂട്ടർ മോഡലായിട്ടാണ്. അതായത് ഒരു കമ്പ്യൂട്ടറിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന പോലെ നമ്മുടെ ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യാനും അതുപോലെ ആ ഇൻഫർമേഷനിൽ ഒരു കമ്പ്യൂട്ടർ ആക്ട് ചെയ്യുന്നത് പോലെ ബ്ലോക്ക് ചെയിനിലും സാധ്യമാവുന്നു. ബ്ലോക്ക് ചെയിനെ ഒരു ലെഡ്ജർ ആയിട്ട് കാണാതെ ഒരു കമ്പ്യൂട്ടർ കോൺസെപ്റ്റിൽ അതിൻ്റെ ഫങ്ഷൻസിനെ പറ്റി ചിന്തിക്കണമെന്നും ലെഡ്ജർ എന്ന് പറയുമ്പോൾ അത് അണ്ടർസെല്ലിംഗ് ആണെന്നും അദ്ദേഹം കരുതുന്നു.
ടോക്കൺ കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ നമ്മൾ നിത്യം ഉപയോഗിക്കാറുള്ള പൈസ പോലെ തന്നെ ടോക്കൺ എന്നതും ഒരു സോഷ്യൽ ടെക്നോളജിയായി കാണുന്നു. ടോക്കൺ എന്നത് മൾട്ടി പ്ലെയർ ടെക്നോളജി ആണെന്നും ഒരു കോംപ്ലക്സ് ഐഡിയയെ സിംപ്ലിഫൈ ചെയ്യാൻ ടോക്കൺ കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ നമ്മൾ ഇന്റർനെറ്റിൽ ഓൺ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വാല്യൂ സിസ്റ്റം കൊണ്ടുവരാൻ ടോക്കണുകൾക്ക് കഴിയും. ബ്ലോക്ക് ചെയിൻ വേൾഡിൽ ടോക്കൺ എന്നത് ഓണർഷിപ്പിന്റെ ഒരു അറ്റോമിക് യൂണിറ്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. വെബ് 1, വെബ് 2 പോലെ അടുത്ത ഫേസ് ആയ വെബ് 3യിലൂടെ ഒരു ഇന്റർനെറ്റ് റീ ഇൻവെൻഷൻ സാധ്യമാവുകയാണ്. ഇതിന് കേറ്റർ ചെയ്യുന്ന ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. പക്ഷേ ഇതിനു വേണ്ടി നമ്മൾ കുറച്ചധികം കാലം കാത്തിരിക്കേണ്ടി വരുമെന്നും ഡിക്സൺ പറയുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.